എല്ലാവർക്കും നമസ്കാരമുണ്ട്. വണ്ടി മച്ചാന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടെന്ന് ചെയ്യാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ നമ്മുടെ കുന്നോളത്തുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് IC ട്രാവൽസ്. അപ്പോൾ IC ട്രാവൽസിന്റെ പ്രൊപ്പറേറ്ററും ഓണറുമായിട്ടുള്ള ഐവർ സാറിന്റെ ഇന്റർവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ IC ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വണ്ടികളുള്ള അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഫ്ലീറ്റുകളും ഉള്ള ഒരു ഓപ്പറേറ്റർ ആണ് കേട്ടോ. ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് IC ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനത്തിൽ എപ്പോൾ നോക്കിയാലും ഓരോ പ്രശ്നങ്ങളാണ്. ഓരോ പ്രശ്നം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഇത് മാറും, വീണ്ടും പ്രശ്നത്തിലേക്ക് വരും. അപ്പൊ ഇപ്പൊ വീണ്ടും പ്രശ്നം വന്നൊരു സമയമാണ് കേട്ടോ അത്. ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്നലെയോ മിനിങ്ങാന്നായിട്ട് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് ലേറ്റ് സൗണ്ട്, അതുപോലെ ബോഡി കോഡ് വ്യത്യാസപ്പെടുത്തിയിട്ട് ബസ് ഇറക്കുന്നുണ്ടെങ്കിൽ ഒക്കെ അവർക്കൊക്കെ പണി കിട്ടുന്നുണ്ട്, CF ഒക്കെ ക്യാൻസൽ ആക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ അത് റീസെന്റ് ആയിട്ട് അറിഞ്ഞ ഒരു ന്യൂസാണ്. അപ്പോൾ എന്തായാലും ടൂറിസ്റ്റ് ബസ് ഓണേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. വീണ്ടും നമ്മുടെ ഐവർ സാറിനെ കിട്ടിയിരിക്കുകയാണ്. എനിക്ക് ഒന്ന് ഇന്റർവ്യൂ അല്ല കേട്ടോ, ഇത് ഞാൻ എൻ്റെ ഇടയിൽ സംസാരിക്കണമെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഞാനൊന്നും മിണ്ടില്ല. സാറിന് കംപ്ലീറ്റ് അതുകൊണ്ടാണ്. അപ്പോൾ സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ. ഇതാണ് നമ്മുടെ ഐവർ സാറ്, ICയുടെ ഓണറാണ്, എല്ലാവർക്കും അറിയണ്ടായിരിക്കും. അപ്പോൾ സാർ നമസ്കാരം. പറയൂ. ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ 3 വണ്ടിയാണ് എടുത്തത് ഈ കൊല്ലം. ഒന്ന് ഭാരത് ബെൻസിന്റെ ഗ്ലൈഡർ, സാധാരണ മുന്നേ ഉണ്ട് നമുക്കൊരു വണ്ടി 12 മീറ്റർ തന്നെ, 45 സീറ്റിന്റെ 2 സീറ്റ് ഫിക്സഡ് ക്ലാസ് വണ്ടിയാണ്. അത് ഗ്ലൈഡർ എന്നുള്ള മോഡൽ തന്നെ വന്നിട്ടുള്ളത്. MGയിലാണ് ബോഡി ഇടുന്നത്. ബൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിന്റെ ബോഡി വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ വണ്ടി എടുത്തത് ആദ്യമായിട്ടാണ് കേരളത്തിൽ തന്നെ, ആദ്യമായിട്ടാണ് ടൂറിസ്റ്റ് ഫീൽഡിലേക്ക് നമ്മൾ ആദ്യമായിട്ട് 13.5 മീറ്റർ ബസ് ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട്. 53 സീറ്റിൽ ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് സീറ്റ് കം സ്ലീപ്പർ എന്നുള്ള ഒരു കാഴ്ചപ്പാടിനാണ് വണ്ടി എടുത്തത്. ആദ്യമായിട്ടാണ് നമ്മളൊരു പരീക്ഷണമാണ്, കേരളത്തിലാരും ചെയ്തിട്ടില്ല. കേരളത്തിലൊരു വണ്ടി ഉണ്ട്, വേറെ ഒരു എറണാകുളത്തൊരു വണ്ടി ഉണ്ട്, അത് ഫുൾ സ്ലീപ്പറാണ്. 36 സ്ലീപ്പർ മാത്രമേ ഉള്ളൂ, സീറ്ററില്ല. പക്ഷെ നമ്മളതും ചിന്തിച്ചതാണ്, 36 സ്ലീപ്പർ തന്നെ എടുത്താലോ എന്ന് ചിന്തിച്ചപ്പോൾ 36 ആൾക്ക് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കൊണ്ടുപോകുന്ന യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഏജന്റുമാർക്ക് അവർക്കത് ബുദ്ധിമുട്ടായി തോന്നും. കാരണം അത്രയും വലിയൊരു കാശ് ആൾക്കാരെ പിരിക്കേണ്ട ഒരു അവസ്ഥ വരും. നമ്മുടെ നാട് അങ്ങനെയുള്ളൊരു, ചിലപ്പോൾ കിട്ടും ഒരു മാസത്തിൽ 1-2 ട്രിപ്പൊക്കെ, അങ്ങനത്തെ നല്ല ട്രിപ്പുകൾ കിട്ടും. പക്ഷെ അത് നമുക്കതുകൊണ്ട് ഈ വണ്ടി അടച്ചു പോകാൻ പറ്റില്ല. നമ്മൾ നൈറ്റ് സർവീസ് ഓടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഈ ടൂറിസ്റ്റ് ഫീൽഡ് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളൂ. പൊതുവെ നൈറ്റ് സർവീസിനോട് എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ ആരെങ്കിലും വണ്ടി കേടുവന്നൊരു ഓടാൻ കൊടുക്കാമെന്നല്ലാണ്ട് സ്ഥിരമായിട്ട് നൈറ്റ് സർവീസിനോട് താല്പര്യമില്ല. ഇപ്പം ഇല്ല, ഇനി ഏതെങ്കിലും കാലത്ത് ഉണ്ടാവുമെന്ന് അറിയില്ല. അത് കുറവാണ്. അപ്പോൾ ഈ സീറ്റ് കം സ്ലീപ്പർ എടുക്കാനുള്ള കാരണം 48 സീറ്റ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ എല്ലാവർക്കും കിടന്നു പോകാൻ താല്പര്യം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഇരുന്ന് പോകാൻ താല്പര്യം ഉണ്ടാവും, ചില ആൾക്കാർക്ക് കിടന്നു പോകാൻ താല്പര്യം. അപ്പോൾ നമുക്ക് 2 തരത്തിൽ ഈ ടിക്കറ്റ് ഇടുന്ന ആൾക്കാർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒരാൾക്കാർക്ക് ബർത്തിന് ഇത്ര രൂപ, സീറ്റിന് ഇത്ര രൂപ, അങ്ങനെ 2 സെപ്പറേറ്റ് തന്നെ അവർക്ക് കുഴപ്പമില്ല. സെപ്പറേറ്റ് നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ പരസ്യം ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 2 ടൈപ്പിൽ സീറ്റുകൾ ആവും വണ്ടിക്ക്. പെട്ടെന്ന് നമുക്ക് 48 സീറ്റ് ഫില്ലാക്കാൻ അവർക്ക് പറ്റും. അവർക്ക് ഫില്ലായാൽ മാത്രമല്ല നമുക്ക് വണ്ടിക്ക് വാടക തരാൻ അവരെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സീറ്റ് ഫുള്ളാവാണ്ട് പോയാൽ എത്ര പ്രാവശ്യം അവർ കൈ വയ്ക്കാൻ പറ്റും. നമുക്കാണെങ്കിൽ ഇത് 48 ആളായിട്ട് പോയാലും 28 ആളായിട്ട് പോയാലും വാടകയിൽ മാറ്റം വരുത്താൻ നമുക്ക് പറ്റില്ല. കാരണം ചിലവുകളെല്ലാം ഒന്നാണ്. അതുകൊണ്ടാണ് ഭാരത് ബെൻസിൽ തന്നെ നമുക്കത് ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് 13.5 മീറ്ററിൽ നമ്മൾ ഭാരത് ബെൻസ് ചെയ്ത്. ആ വണ്ടി നമ്മുടെ 2-3 വേറെ ഉള്ളത് കൊണ്ട് അതിൻ്റെ യാത്രാസുഖം നമുക്ക് അറിയാവുന്നത് കൊണ്ടും ഭാരത് ബെൻസ്, കാരണം നമ്മൾ 2018 ഞാൻ ആദ്യത്തെ ഭാരത് ബെൻസ് എടുത്തു. ആദ്യത്തെ കേരളത്തിൽ ഇറങ്ങിയ ഗ്ലൈഡർ എന്ന് പറഞ്ഞ മോഡല് 16 ഭാരത് ബെൻസ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഗ്ലൈഡർ എന്ന് പറഞ്ഞ മോഡല് ഈ ഭാരത് ബെൻസിന്റെ ഈ എറണാകുളത്തെ ഏജൻസിയായ ഈ ഓട്ടോമാൻ ട്രക്കിംഗ് എന്ന് പറയും, അവരാണ് ഈ ഗ്ലൈഡർ എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടാക്കി. അവർ കെട്ടിയ ആദ്യത്തെ 10 വണ്ടിത്തിന് വണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് വണ്ടി, 2018 നവംബറിൽ ഇറങ്ങിയ വണ്ടി. അപ്പോൾ അതിൽ യാത്രാസുഖം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നെ ഈ ഗ്ലൈഡറിന്റെ ബോഡിയിൽ തന്നെ നമ്മൾ ഈ സ്ലീപ്പർ കം സീറ്റർ എടുക്കാന്നുള്ള ഒരു തീരുമാനത്തിലെത്താനുള്ള തന്നെ കാരണം. അപ്പോൾ അതിപ്പോൾ നവംബർ ലാസ്റ്റോട് കഴിഞ്ഞ് December 1 രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഓടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വണ്ടി ഓൾറെഡി ഇപ്പോൾ കോൺട്രാക്ട് ഗാരേജിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. എനിക്ക് ഓൾ ഇന്ത്യയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഈ ഓൾ ഇന്ത്യ ടാക്സ് കുറവ് കൂടുതലാണ്. നമ്മൾ ആദ്യമായിട്ടൊരു കാൽവയ്പ് ആയതുകൊണ്ട് വലിയ ടാക്സ് കൊടുത്തിട്ട് നമ്മൾ എടുത്തിട്ട് ഈ അതിനുള്ള ഓട്ടങ്ങൾ കിട്ടിയില്ലെങ്കിൽ 2 ലക്ഷം രൂപ ഒരു ഹോട്ടലിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്.
3 മാസം കൂടുമ്പോൾ 1 മാസം അതിൻ്റെ കാശ് നമ്മൾ ടാക്സിലേക്ക് മാറ്റിക്കണം. ഇതാണെങ്കിൽ ആകെ 60,000 രൂപയുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 2,12,000 അടുത്ത് വരും. ഈ 48 സീറ്റ് കം സ്ലീപ്പറിന് ഓൾ ഇന്ത്യ ടാക്സും കേരള ടാക്സും കൂടി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 മാസം 60,000 കാശ് അവിടെ ടാക്സിലേക്ക് മാറി. നമ്മളിത് നല്ല രീതിയിൽ പോവുകയാണ്. നല്ല ടിക്കറ്റുകളൊക്കെ ആയിട്ട് നല്ല ഓട്ടണമെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യയിലേക്ക് ആക്കാൻ ആഗ്രഹമുണ്ട്, ആക്കുമ്പോൾ പ്രതീക്ഷിക്കും. മൂന്നാമതായിട്ട് നമ്മൾ എടുത്തുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു 45 സീറ്റ് വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ലൈലൻഡിൻ്റെ വണ്ടിയാണ്. അത് 2.2 ഓൾ ഇന്ത്യയാണ്. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മൈസൂർ, ബാംഗ്ലൂർ, കർണാടകയ്ക്ക് പോകാന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. ഇപ്പോൾ ഈ 49 സീറ്റ് 3.2 സീറ്റുള്ള വണ്ടികൾക്ക് ആൾക്കാർക്ക് കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 3.2 സീറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സീറ്റ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ആൾക്കാർക്ക് ഈ ഇപ്പോൾ ഒരു മൂകാംബികയ്ക്കായാലും ഒരു ഗോവയ്ക്കായാലും ഈ കോളേജ് പിള്ളേരൊക്കെ ദണ്ഡേലി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ഫുൾ 24 മണിക്കൂർ, അല്ലെങ്കിൽ ഹൈദരാബാദ് പോകുമ്പോൾ 24 മണിക്കൂർ യാത്രയാണ്. നമ്മൾ ഈ 3.2 സീറ്റിലിരുന്ന് ശരിക്കും ഇരുന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. ഈ വണ്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പോകാം. അതാണ് ആ വണ്ടികളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ 2019 ശേഷം 210 വീൽ ബേസുള്ള വണ്ടി എടുത്തിട്ടേ ഇല്ല. എല്ലാ കൊല്ലം 2 വണ്ടി 3 വണ്ടിക്ക് എടുക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ 2019 ലാസ്റ്റ് ഡിസംബറിൽ ഇറക്കിയ വണ്ടിയാണ് 3 അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ വണ്ടി എടുത്തില്ല. 20, 21, 22, 23, 24 കഴിഞ്ഞ് 25 ഇതുവരെ ഞാൻ 220 വീൽ ബേസ് വണ്ടി എടുത്തില്ല എന്നല്ല, അടുത്ത പോലെ എടുക്കില്ല എന്നുള്ള തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ എടുക്കുകയായിരിക്കും 1 മാക്സിമം 1. അത് ഈ സ്കൂൾ ട്രിപ്പ് ഓടാൻ വേണ്ടി മാത്രം. പിന്നെ ഈ നോൺ AC നമ്മൾ സാധാരണക്കാർക്ക് ഓടാൻ വേണ്ടി, കാശ് കുറവിന് ഓടാൻ വേണ്ടി ഒരു വണ്ടി വേണം. അങ്ങനെ ചിലപ്പോൾ എടുത്ത് കൂടുന്നില്ല, നമ്മളത് തീരുമാനിച്ചില്ല. അപ്പം എന്തായാലും ഈ വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 45 സീറ്റിൻ്റെ ലൈലൻഡ് നമ്മുടെ വണ്ടി ഉദ്ദേശിക്കുന്നത് ഈ മൈസൂർക്ക് ഈ കോളേജ് കുട്ടികളെ തന്നെ ഇതിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട്, ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണതാണ്. സാധാരണ ടാക്സിയിൽ നമുക്ക് കുട്ടികൾക്ക് വണ്ടിക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നോൺ AC വണ്ടി മൈസൂർക്ക് 2 ദിവസത്തേക്ക് നമ്മൾ സാധാരണ 210 വീൽ ബേസുള്ള ഒരു വണ്ടി 60 രൂപ 60 രൂപ നമ്മുടെ നാട്ടിൽ നിന്ന് വാടക മേടിക്കുന്നത്. ഈ വണ്ടിക്ക് 2.2 പോലും നമുക്കൊരു 70 രൂപ 75 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 5 രൂപ 10 രൂപയ്ക്ക് വ്യത്യാസം. ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് അവർക്ക് മനസ്സിലാവും അതിന്റെ യാത്ര സുഖം എന്താണ്. പിന്നെ ഒരിക്കലും പിന്നെ അത് 3x2ലേക്ക് പോകാൻ പാടായിരിക്കും. കാരണം അതിൽ ഒരു ദിവസം യാത്ര ചെയ്ത ആൾക്കാർക്ക് അവർക്ക് അറിയാം അതിന്റെ യാത്ര സുഖം എന്താണെന്നുള്ളത്. 45 പേർക്കാണ് അതിന് സീറ്റ്. ബാക്കിൽ വേണമെങ്കിൽ ഒരാൾക്കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. 46 പേർക്ക് ഇരിക്കാം. അതിന് കൂടി പറ്റില്ല. 2 കുട്ടികളൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പെർമിറ്റ് 45 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനത്തെ ഒരു വണ്ടി വന്നതുകൊണ്ട് കുറെ മാറ്റങ്ങൾ വരും എന്നാണ് എന്റെ പ്രതീക്ഷ. നമുക്ക് നമ്മളിപ്പോ ഒരു വെറൈറ്റി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ എല്ലാത്തിനും തുടക്കം കുറിക്കാന്നില്ല. നമ്മൾ ഈ എടുത്ത വണ്ടി തന്നെ എടുത്തിട്ട് ഭയങ്കര കോമ്പറ്റീഷൻ. അപ്പോൾ 220 വീൽ ബേസൊക്കെ വണ്ടി നമ്മളൊരു വാടക പറഞ്ഞതിലേക്ക് 3000, 4000, 5000 കുറവിന് താഴെ പോകാൻ ഇഷ്ടംപോലെ വണ്ടിക്കാരുണ്ട്. പുതിയ പുതിയ ആൾക്കാർ കയറി വരുന്നു. അവർക്കത് പിടിച്ചു നിൽക്കാൻ അതിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കത് ശരിയാവുന്നില്ല. കാരണം നമുക്ക് റേറ്റിലാണ് വണ്ടി ഓടിക്കാൻ താല്പര്യം. ഇപ്പൊ നമുക്ക് ഈ വണ്ടി അടക്കം 28 ട്രാവലറും ഈ ഒരു ഇൻവിറ്റിയും കൂടി 6 ബാക്കി തന്നെ ബസ്. അപ്പൊ 21 വണ്ടികളും 22 വലിയ വണ്ടി, വലിയ ബസ്സും കൂടി 22. അത് വലിയൊരു പ്രസ്ഥാനമാണ് കേരളത്തിൽ തന്നെ. പിന്നെ എല്ലാ ടൈപ്പ് ഫ്ലീറ്റും ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അതാണ് വലിയൊരു കാരി ആണെങ്കിലും വോൾവോ ആണെങ്കിലും എല്ലാം ഉണ്ട്. അത് ഒരു സംഭവം തന്നെയാണ്. പിന്നെ സാറ് ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു നമ്മുടെ എയർ ഇല്ലാത്ത വണ്ടി, വേവിലർ ആയിട്ടുള്ള ആ ലീപ്സിംഗ് എങ്ങനെയുണ്ട്? ഈ വണ്ടി നമ്മൾ കുറച്ചുകൂടി മുന്നേ എടുക്കേണ്ട ഒരു വണ്ടിയായിരുന്നു. ഇപ്പൊ ഈ 45 സീറ്റിലായാലും അപ്പൊ അതിന്റെ എയർ സസ്പെൻഷൻ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച എയർ സസ്പെൻഷൻ എല്ലാവരും തന്നെ വേറൊരു ടൈപ്പ് ലീഫ് ടൈപ്പ് എയർ സസ്പെൻഷൻ ആണ്. അത് ഭയങ്കര പാടാണ് നമ്മുടെ നാട്ടിലെ വണ്ടി ഓടിക്കുക. ഇതിന് മുന്നേ അവർ ഇറക്കിയിട്ടുള്ള വണ്ടികളൊക്കെ ഫെയിലിയറാണ്. അപ്പൊ നമ്മളിപ്പോൾ അവർ തന്നെ 13.5 മീറ്റർ, നമ്മുടെ തന്നെ 13.5 മീറ്റർ ഐഷർ ഉണ്ട്. അതിന്റെ സെയിം എയർ സസ്പെൻഷൻ 12 മീറ്റർ തരാന്നുകൊണ്ടാണ് നമ്മൾ 10 വണ്ടി അവർക്ക് ഓർഡർ കൊടുത്തത്. പക്ഷെ അവരെ കൊണ്ട് അത് ഡിസൈൻ ചെയ്തിട്ട് ശരിയാക്കാൻ പറ്റിയില്ല. ടൈം എടുക്കും. ഇപ്പോൾ ആവുന്നുണ്ട്, മാർച്ചിലേക്ക് ആവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ വണ്ടി എടുത്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എയർ സസ്പെൻഷൻ വന്നാൽ ചിലപ്പോൾ ഈ വണ്ടി 2 എയർ മാറ്റി കയറ്റണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. തീരുമാനിച്ചില്ല. അത് വന്നിട്ട് അതിന്റെ വർക്കിംഗ് നോക്കിയിട്ട് മാറ്റി കയറ്റാനാകില്ല. കാരണം 4 വീൽ എയറാണ് ഇനിയുള്ള കാലങ്ങളിൽ റോഡ് നന്നാവാൻ പോവാണ്. ഇനിയിപ്പോ ഈ 2020 ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ബസ് ഫീൽഡ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഫീൽഡിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മള് ഈ 66 ഓക്കെ ആയാല് ട്രാവൽസിന് വണ്ടികൾക്കുള്ള ഓട്ടം കൂടുന്നതാണ് എന്റെ ഒരു കാൽക്കുലേഷൻ. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ ഗോവയ്ക്ക് നമ്മൾ 24 മണിക്കൂറാണ് ഒരു ബസ് ഓടാൻ വേണ്ടി എടുക്കുന്നത്. ആ 66 ഓക്കെ ആയി കഴിഞ്ഞാൽ
ഇതിൽ ഏറ്റവും കൂടുതൽ ടൈം പോകുന്നു നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡിലാണ്. അതെ അതെ. ആ നേരം ആ റോഡ് ഓക്കെ തൃശ്ശൂർ കാസർഗോഡ് മാക്സിമം 4 മണിക്കൂർ കൊണ്ട് 4 മണിക്കൂർ കൊണ്ട് ഓടി. ഇപ്പൊ അത് 8 മണിക്കൂർ 9 മണിക്കൂർ ആ ടൈമാണ് നമുക്ക് കൂടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗോവയ്ക്ക് നമ്മൾ ഏതാണ്ട് ഈ അടുത്ത കൊല്ലം ഈ 2026 ആകുമ്പോഴേക്കും ഒരു 16 മണിക്കൂർ കൊണ്ട് ഗോവയ്ക്ക് ഓടിച്ചെത്തിക്കാൻ പറ്റുന്ന എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് റോഡുകളിലേക്കുള്ള ഗതാഗതം ഈ ടൂറിസ്റ്റ് ഫീൽഡ് ഒന്നുകൂടി കൂടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഈ റോഡുകൾ നന്നാവുമ്പോൾ ആൾക്കാർക്ക് യാത്ര ചെയ്യാറെന്ന് തോന്നും. ട്രെയിനിൽ മാറിയല്ല, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെ വേണ്ടി നിർത്താം, എന്തെങ്കിലും ഒരു കാഴ്ചകൾ കണ്ടു പറഞ്ഞു. അത് പറ്റില്ല. ഒരു സ്പോട്ടിൽ നിന്ന് ഇറങ്ങി ആ സ്പോട്ടിലെല്ലാം ഇറങ്ങാൻ പറ്റും, വേറെ എവിടെ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ വണ്ടി വരെ എവിടെ വേണ്ടി നിർത്തി എവിടെ എന്തൊക്കെ കാഴ്ചകൾ കാണണം തോന്നി അവിടെ നിർത്തി കാണിച്ചു കൊടുക്കാം. മറ്റേത് പറ്റില്ല. പിന്നെ നമ്മൾ ട്രെയിനിൽ പോയാലും ഗോവ പോയി അവിടുത്തെ ഏതെങ്കിലും പഴയ വണ്ടി വിളിച്ചിട്ടാവും അവർ കാണിക്കുക. അതിൽ കയറി നമ്മൾ കണ്ടേ പറ്റും. അവരുടെ സൗകര്യത്തിന് നമ്മൾ കൊടുക്കണം. ഇതാകുമ്പോൾ നമ്മൾ വിളിച്ച വണ്ടിയാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് അവർ എവിടേക്ക് പോകണമെന്നാണ് ഡ്രൈവർമാർ പോകാൻ തയ്യാറാവില്ല. കാരണം നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വാടകയ്ക്ക് വിളിച്ച് പോയണ്ടേ. അപ്പൊ അതുകൊണ്ട് ടൂറിസ്റ്റ് കുറച്ചുകൂടി ഈ കൊല്ലം നന്നാവുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷനാണ്. കുഴപ്പമില്ല. ഇപ്പൊ ശരിക്കും എന്താ ഫീൽഡ് മോശമാണോ നല്ലതാണോ? പുതിയ ആൾക്കാരത്തൊക്കെ എന്താ പറയാ? അതായത് ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ? അതെ, ഭയങ്കര കോമ്പറ്റീഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഈ കൊല്ലത്തെ ലാൻഡിന്റെ പ്രകാശിന്റെ 210 വീൽ ബേസിന്റെ കണക്ക് നോക്കുമ്പോൾ 10-300 വണ്ടിയാണ് അവർ ബോഡി കെട്ടിയിട്ട് 10-200 വണ്ടി ഇറങ്ങി. ഇനി കുറച്ചുകൂടി വണ്ടി ഇറങ്ങാണ്ട് 10-300 വണ്ടിയാണ് ഈ ഒരു ഒറ്റ കൊല്ലം ഒറ്റ വർഷം കണ്ണപ്പേന്ന് ഇറങ്ങുന്നത്. അതെല്ലാം 210. അതിലാകെ 12 മീറ്റർ ഇറങ്ങിയത് 4-5 വണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം 210 തന്നെയാണ്. ഇപ്പോഴും ആൾക്കാർക്ക് ആ 210ന്റെ ഒരു പുതിയ പുതിയ ആൾക്കാർക്ക് 210 ഇപ്പോഴും ചിന്താഗതി എന്താ പറയാ, അവർക്ക് ആ ഒരു എന്താ പറയാ, ചെറുപ്പം പിള്ളേർക്ക് ഈ സെറ്റ് കൊണ്ട് അങ്ങനെയുള്ള ഒരു റേഞ്ച്. പിന്നെ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതിലൊക്കെ ഈ ലൈറ്റും നമുക്ക് പൊതുവെ ലൈറ്റിംഗ് താല്പര്യമില്ല. അത്യാവശ്യം വേണ്ട ഒരു മ്യൂസിക് വെച്ച് കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് വലിയ ലൈറ്റിങ്സിനോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഒരു വണ്ടിയിലും അധികം ലൈറ്റിങ്സ് കാണില്ല. ഈ സബ് തന്നെ വെക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതാണ്. പക്ഷെ സബില്ലാണ്ടത് ഓടാൻ പറ്റാത്ത അവസ്ഥ ചെയ്തുകൊണ്ട് 1-2 സബ് മാക്സിമം വെക്കുക. അതിൽ കൂടുതൽ നമ്മൾ വെക്കാറുമില്ല വണ്ടികളിൽ. അപ്പൊ അത് ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ടൂറിസ്റ്റ് നന്നാവണ്ടായിരുന്നു. ഈ റോഡ് നന്നായ നല്ലൊരു മാറ്റം വരും. ഇപ്പൊ തിരുവനന്തപുരം തന്നെ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഈ വന്ദേ ഭാരതിന്റെ ട്രെയിനില് തൃശ്ശൂർ തിരുവനന്തപുരത്തേക്ക് മാക്സിമം 3.5 മണിക്കൂർ വേണ്ടു. നമ്മൾ ഈ റോഡ് 66 നന്നായി കഴിഞ്ഞാൽ തൃശ്ശൂരും തിരുവനന്തപുരത്തേക്ക് 5 മണിക്കൂർ താഴെ വേണ്ടു. കൂടി 4.5 മണിക്കൂർ 4.5 മണിക്കൂർ കൊണ്ട് ഈ 80 മൈൽ സ്പീഡിൽ ഓടിച്ചെത്തിക്കാൻ പറ്റുമ്പോൾ. കാരണം ഒരു ടൗൺ നമ്മൾ ടച്ച് ആവില്ല. അപ്പൊ നമുക്ക് ഈ വന്ദേ ഭാരതിൽ അതേ ടൈമിൽ നമുക്ക് ഓടിച്ചെത്തിക്കാൻ പറ്റും. അത് നല്ല സൗകര്യമുള്ള ബസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ആൾക്കാരത് ബസ്സിലേക്ക് മടങ്ങി വരും. അതൊരു പ്രതീക്ഷയുണ്ട്. അറിയില്ല. പിന്നെ സാറ് ഇപ്പം ട്രഷറർ അല്ലേ? സ്റ്റേറ്റ് ട്രഷറർ. അപ്പോ പിന്നെ പുതിയ ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ കോമ്പറ്റീഷൻ ചെയ്ത് ഇപ്പൊ കുറെ പേര് ATP ഇങ്ങനെ വീണ്ടും എടുത്തിട്ട് ഇപ്പൊ കളറൊക്കെ അടിച്ചിട്ടൊക്കെ ഇറങ്ങാൻ നോക്കുന്നുണ്ട്. ATPക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എത്ര വരണ ശരിക്കും ഒരു ക്വാർട്ടറിൽ നമ്മൾ ഒരു കൊല്ലത്തേക്ക് അടയ്ക്കുകയാണെങ്കിൽ ATP 3 ലക്ഷം. 3 ലക്ഷമാണ്. അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറായിട്ട് അടയ്ക്കുകയാണെങ്കിൽ 90 അടയ്ക്കണം. അപ്പൊ 4 ക്വാർട്ടറിന് 360. പിന്നെ ഒരു സീറ്റിന് 2000. നമ്മൾ എത്ര സീറ്റിന് വണ്ടിയാണോ എടുക്കണേ ഇൻറ്റു 2000. അതാണ് ഇതിന്റെ. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ 2 സീറ്റ് വേണം എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. 3/2 ഓൾ ഇന്ത്യ കൊടുക്കാൻ പറ്റില്ല, നിയമമില്ല, പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരും 12 മീറ്റർ എടുത്തിട്ട് 40 സീറ്റ് കിടന്നത്. അപ്പൊ അതിലേക്ക് എത്തണേ 12 മീറ്റർ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കൊടൈക്കനാല്, ഊട്ടി അങ്ങനെയുള്ള 13 മീറ്റർ നമ്മള് പച്ച ഞാൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോഴേക്കും ജീസസിന്റെ ഒരു വീഡിയോ ചെയ്ത കാരണം ഇപ്പൊ സെയിം വണ്ടി കണ്ടന്റ് നമ്മൾ എടുത്തില്ല. അപ്പോഴേക്കും എന്തോ വണ്ടിക്ക് ഓട്ടായി. അപ്പൊ ആ വണ്ടി നന്നായിരിക്കുന്നുണ്ട്. വോൾവോ ഈസ്റ്ററായിരുന്നു ആ വണ്ടി സാറിന്റെ. അപ്പൊ ആ വണ്ടി അതിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? വോൾവോ ഐഷറിന്റെ പെർഫോമൻസ് കുഴപ്പമില്ല. പക്ഷെ ആ വണ്ടിക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പാർട്സുകൾക്ക് ഭയങ്കര വില. പിന്നെ അതിന് മെയിൻ്റെനൻസ് കൂടുതലാണ്. നമ്മളെ അപേക്ഷിപ്പോ മൈലേജ് വലിയ കുഴപ്പമില്ല. ഭാരത് ബെൻസിന്റെ അടുത്തേക്ക് എത്തുന്നില്ല, അതിന്റെ അടുത്ത് കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറയുന്ന ഒറ്റ പ്രോബ്ലം, ഭാരത് ബെൻസിന്റെ 13.5 മീറ്റർ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 1 കൊല്ലം 6 മാസമായി, 1.5 കൊല്ലമായി. 1,20,000 കിലോമീറ്റർ മേലെ ഓടി. 1,30 ഓടിയില്ല, 53. ഈ വണ്ടി ഇപ്പൊ എടുത്തിട്ട് ഏതാണ്ട് 1 കൊല്ലം, ഈ 10-ാം തീയതി 1 കൊല്ലമായി. ഈ വണ്ടി ഏതാണ്ട് 1,00,000 കിലോമീറ്റർ ഓടിയില്ല. പക്ഷെ ഈ 2 വണ്ടിയും തമ്മിലുള്ള വർക്ക്ഷോപ്പിനെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർക്ക്ഷോപ്പിൽ കയറിയുണ്ടാവും ഐശ്വര്യായി. അന്നേരം ഭാരത് ബെൻസിന്റെ വണ്ടി നമ്മൾ 1, 2, 3 പ്രാവശ്യമാണ് ആകെ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ മറ്റേ സർവീസിനായിട്ട് കമ്പനിക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആവശ്യം വന്നിട്ടുള്ളത്.
ഐശ്വറിന് അത് കുറെ പോരായ്മകളുണ്ട്. അവര് തയ്യാറ് ശരിയാക്കി എടുക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും പിന്നെ ലൈലൻഡിലേക്ക് വരികയാണെങ്കിൽ ലാലിന്റെ നമ്മൾ മുന്നിൽ ലാലിന്റെ എടുത്തിരുന്നതാണ്. അവരോട് നമ്മൾ 2-3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ലാലിൽ നിന്ന് പിന്നിലേക്ക് പോയത്. 3 കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടത് എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. നമ്മൾ 1 ഈഡ്സിന്റെ സാധനം എന്ന് പറഞ്ഞാൽ ഈ BS6 ഈഡ്സ് സാധനം, ആ വണ്ടിക്ക് മാത്രമാണ് ഏറ്റവും ഡ്രൈവറുടെ താഴെ കൊണ്ടുവച്ചത്. ഈ വണ്ടി ഓറഞ്ച് വണ്ടി ഈ ഡ്രൈവറുടെ താഴെ ഈ സാധനം വെക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കമ്പനി പറയുന്ന ഇതെന്താണെന്ന് വെച്ചാൽ ഡ്രൈവറുടെ താഴെ വെക്കുമ്പോൾ കുറച്ചുകൂടി എഫിഷ്യൻസി കൂടുതൽ കിട്ടും, എയർ ബ്ലൂ കുറവ് വേണ്ടെന്നാണ്. പക്ഷെ ഡ്രൈവർക്ക് ഇരിക്കാൻ പറ്റില്ല, ചൂടുകൊണ്ട് ഗംഭീര ചൂട്. അതുകൊണ്ട് ഡ്രൈവർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവർക്ക് മാത്രമാണ് അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ക്വാർട്ടർ ഗ്ലാസ് ലെഫ്റ്റ് സൈഡിൽ വെക്കേണ്ട ഒരു ഗതികേട് വന്നത് എല്ലാ ട്രാവൽസിനും. ഏത് ബോഡി ബിൽഡറിനും ഇവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒരു ക്വാർട്ടർ ഗ്ലാസ് വെക്കുന്നത്. എല്ലാ വണ്ടിക്കും ക്വാർട്ടർ ഗ്ലാസ്. ഈ ലാലിന്റെ കാരണം മാത്രമാണ് ക്വാർട്ടർ ഗ്ലാസ്. ബെൻസിന് വേണ്ട, ഐഷറിന് വേണ്ട, ടാറ്റയ്ക്ക് വേണ്ട. ഇവർക്ക് എല്ലാവർക്കും അത് ഇല്ലാണ്ട് തന്നെ നമുക്ക് നേരിട്ടിട്ട് എഞ്ചിൻ ഡ്രൈവ് കൊടുക്കാൻ പറ്റും. ഇവർക്ക് അത് ചെയ്യാവുന്നുള്ളൂ, നിസ്സാര കാര്യമുള്ളൂ. ഇപ്പൊ എല്ലാവരും എഞ്ചിൻ ഡ്രൈവില് മറ്റേ കംപ്രസർ അടക്കം കൊടുത്തു തുടങ്ങി. ഭാരത് ബെൻസ് കംപ്രസർ ആയിട്ടില്ല, അത് പാവും ചെറുവണ്ടിക്കായി വലിയ വണ്ടിക്ക് പാവും. ഐശ്വറിന് ഓൾറെഡി നേരത്തെ പോലെ കംപ്രസർ ഉണ്ട്. അപ്പൊ ആ ഒരു രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം വേറെ എന്തൊരു കാര്യം ഉണ്ടായിരുന്നു, ഏസിയുടെ കാര്യം. അല്ല, ഈ ഏസിയുടെ പെട്ടിന്റെ കാര്യം, ഈഡ്സിന്റെ കാര്യം, വേറെന്തൊരു കാര്യം ആ 3 കാര്യങ്ങൾ അവരോട് റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്താൽ നമുക്ക് വണ്ടിയെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിസ്സാര കാര്യങ്ങളാണ്. ഇതിന് വേറൊരു കാര്യമുണ്ട്, ഈഡ്സിന് ചൂട് മാത്രമല്ല. ഞാൻ അവരോട് പറഞ്ഞ പോയിന്റ് വേറെയാണ്. ഈ ഈഡ്സിന്റെ ചൂട് മാത്രമല്ല, ഇത് ഏറ്റവും ഫ്രണ്ടില് റൈറ്റ് സൈഡിൽ താഴെ ഇരിക്കും. ചെറിയൊരു തട്ട് വന്നാൽ ഈ സാധനം പോകും. ഈ സാധനത്തിന് ഒരു 6 ലക്ഷം രൂപ. ഇതിൽ പകുതി പാട്ട് എടുത്ത് മേടിക്കാനില്ല. എന്തെങ്കിലും ഇടിച്ച് പോയി കഴിഞ്ഞാൽ ഫുൾ പാട്ട് നമ്മൾ മേടിക്കും. ഇപ്പൊ ഒരു 2 കൊല്ലൊക്കെ ഇൻഷുറൻസ് കഴിഞ്ഞാൽ പിന്നെ അത് എന്തോരം കിട്ടും നമുക്ക് ഊഹിക്കാം. ആ നേരം ഈ ഐഷറിനോ പാരൻസിനോ ഒക്കെ ബാക്കില് മറ്റേ വീല് കഴിഞ്ഞിട്ട് പിന്നിലാണ് ഇരിക്കുന്നത്. ഡ്രൈവർക്ക് ചൂട് കുറയും, എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട്. ഈ 2 കാര്യം ഞാൻ അവരോട് ഫസ്റ്റ്. അതേമാതിരി ഈ എയർ സസ്പെൻഷൻ, മൂന്നാമത്തെ കാര്യമാണ് ഈ എയർ സസ്പെൻഷൻ. ഇപ്പോഴും അവർ ആ പഴയ യുവത്തിലുള്ള എയർ സസ്പെൻഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റാനുള്ള ഏർപ്പാട് ഇപ്പൊ ചെയ്തു എന്ന് പറയണവര്. അതിപ്പോ എന്തായാലും അവര് മാറ്റി, ഈ മാർച്ചിനുള്ളിൽ മാറ്റി തരണം അത്രയും കൺഫേം അവർ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി അവരെ തന്നെ നമ്മളൊരു കുഴപ്പമില്ല, അടുത്തൊരു സ്റ്റെപ്പ് നമ്മളൊരു 15 മീറ്റർ വരുന്നുണ്ട്. അതിലും നമ്മളൊരു പോർട്ട് കണ്ടുപിടിച്ചവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരിയാക്കോന്ന് അറിയില്ല. 15 മീറ്റർ നീളമുള്ള ബസ്സിനെ ഒരു ബാക്കിലത്തെ വീല് പൊടിയണ മാതിരി ആക്കിയില്ല. പഴയ പോളപോന്റെ അങ്ങനെ ആക്കി, ഇലവനാറിന്റെ മാതിരി ആക്കിയില്ല. അപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മള് കേരളത്തിന്റെ ഉള്ളിൽ ചെറിയ ടൗണാണ്. ചെറിയതിന്റെ ഉള്ളിൽ കൂടി വണ്ടി തിരിയുമ്പോ നമ്മൾ ഈ ബാക്ക് വീല് ഓപ്പോസിറ്റ് തിരിഞ്ഞാലാണ് പെട്ടെന്ന് ഒടിഞ്ഞു കിട്ടുള്ളൂ. അതവരോട് പറഞ്ഞവർക്ക് മനസ്സിലാവുന്നില്ല. കുറെ പറഞ്ഞു നോക്കി, അവര് പറഞ്ഞ അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. ഇതൊക്കെയാണ്. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് ഫുൾത്തെ വിശേഷങ്ങള്. പിന്നെ എന്താ ഈ നമ്മുടെ 13 മീറ്റർ ഒരു പ്രശ്നം പറഞ്ഞാൽ നമുക്ക് ഈ ശരിക്കും കൊടൈക്കനാലും ഊട്ടി അല്ലെ, അതൊക്കെ കറങ്ങാൻ പറ്റില്ല. അവിടെ എത്തിക്കൂടാ, കറങ്ങാൻ ചെറിയ റോഡായതുകൊണ്ട് നമുക്ക് അത് കൊണ്ട് പറ്റില്ല, വൈബിളായിട്ട് പോകാൻ പറ്റില്ല. പിന്നെ ബ്ലോക്കായി പോകും. നമ്മളങ്ങനെ കറങ്ങാൻ പറ്റില്ല എന്നോട്ട് നമ്മൾ വാടി എടുക്കാറുള്ളൂ. പിന്നെ ഇപ്പോ ATP നമ്മൾ നൈറ്റ് സർവീസ് ആയിട്ട് ഓടുന്ന വണ്ടികളുണ്ടല്ലോ, അത് അവർക്ക് ഇൻഡിവിജ്വൽ ടാക്സ് ഇപ്പോൾ ഇവിടെ അടച്ചിട്ടാണല്ലോ ഓടുന്നത്. അപ്പൊ നമുക്ക് ATP എടുത്താൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ, അതിൽ തന്നെ പോകാൻ പറ്റില്ലേ എവിടേക്ക്? അല്ല, നമുക്ക് ഈ കോൺട്രാക്ട് ഗാരേജിന് വണ്ടികൾക്ക് നമ്മളിപ്പോ തമിഴ്നാട്ടില് ടാക്സ് അടയ്ക്കാണ്ട് ഓടിക്കാം. നമ്മൾ അതിനുള്ള രേഖകൾ കയ്യിൽ വെച്ചാൽ മതി. ATP പല പ്രാവശ്യം തന്നെ പിടിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ രേഖകൾ അവർക്ക് ഹാജരാക്കിയപ്പോൾ ഇപ്പൊ പിടിക്കാറില്ല. നമ്മുടെ വണ്ടി കണ്ടാൽ വിടാറുണ്ട്, കാരണം അവർക്ക് അറിയാം നമ്മളത് നൈറ്റ് സർവീസ് അല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ വണ്ടിയുടെ നമ്പർ ഒരിക്കലും റെഡ് ബസ്സിൽ ഉണ്ടാവാൻ പാടില്ല. റെഡ് ബസ്സിൽ ചെക്ക് ചെയ്ത് നമ്മുടെ വണ്ടി കണ്ട നമ്മൾ നൈറ്റ് സർവീസ് ഓർണ വണ്ടിയും മാറും. അപ്പൊ നമ്മളെ പിടിക്കും. അപ്പൊ നമ്മൾ തമിഴ്നാട് ടാക്സ് അടയ്ക്കാൻ തയ്യാറാവും. നമ്മുടെ വണ്ടി നൈറ്റ് സർവീസ് ഓടാത്ത വണ്ടി നമ്മൾ റെഡ് ബസ്സിൽ ഇടാറില്ല. അപ്പോൾ നമ്മളെ വണ്ടി തന്നെ നമ്മൾ കോൺട്രാക്ട് ചെയ്ത് നമ്മളെ ഓർഡർ ഫോമും മറ്റേ ആൾക്കാരെ ലിസ്റ്റ് കൊണ്ട് കാണിച്ചു കൊടുക്കും. അതിന്റെ ടീം നേതാവിനെ കൊണ്ട് കാണിച്ചു കൊടുക്കും. ഇതാണ് ഞങ്ങൾ വണ്ടി വാടകയ്ക്ക് എടുത്തത്, ഇത്ര ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാടകയ്ക്ക് എടുത്തത്, ഇന്ന ഡേറ്റിന് പോയിട്ട് ഇന്ന സ്ഥലത്ത് തിരിച്ച് അവരെ കൊണ്ട് ഇറക്കാന്നുള്ള കോൺട്രാക്ട് ആണ്. അതിന്റെ ഒരു ഓർഡർ ഫോം ഉണ്ട്, അത് കണ്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ ഇപ്പൊ വിടാറുണ്ട്. ഇപ്പൊ കർണാടകയിൽ കുഴപ്പമൊന്നുമില്ല. ഈ കർണാടകയും ഇതേമാതിരി വരുമെന്ന് നമുക്കറിയില്ല. കർണാടക ഭാവിയിൽ ഇങ്ങനെ വന്നാൽ വലിയ പ്രശ്നം കോൺട്രാക്ട് ഈ പ്രശ്നമാണ്. കർണാടക ടാക്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഓൾ ഇന്ത്യ അടച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത്.
അത് കവർ ചെയ്ത് കിട്ടണോണ്ടാണ് നമുക്ക് ഈ 90,000 അടിക്കുമ്പോൾ നഷ്ടം വരാണ്ട് പോകുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ക്വാളിറ്റി മാറ്റി വീണ്ടും. ഇപ്പൊ നൈറ്റ് സർവീസിൽ ഒരുപാട് വണ്ടികൾ ഇപ്പൊ പുതിയതായിട്ട് വരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഹൈലി കോമ്പറ്റീഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ഇല്ല, വലിയ കോമ്പറ്റീഷൻ ആണ് അതിൽ വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് നോക്കുമ്പോ ഭയങ്കര സീനാണ്. പക്ഷെ കുറെ ആൾക്കാർ ഇങ്ങനെ നൈറ്റ് സർവീസിൽ ബന്ധപ്പെടാറില്ല. നമ്മുടെ ഫ്രണ്ട്സിന് കുറെ വണ്ടികളുണ്ട് എന്നല്ലാണ്ട് നമ്മളതിൽ ഇറങ്ങി നമ്മൾ പലരും വിളിച്ച് ഇറങ്ങാൻ പറഞ്ഞാണ്. താല്പര്യമില്ലായിരുന്നു. വളരെ ഞാൻ 2015 മൾട്ടിയാക്സിൽ എടുത്തപ്പോൾ എത്രയോ ആൾക്കാരെ വിളിച്ചതാണ്. നമ്മളെനിക്ക് താല്പര്യമില്ല, നമ്മൾ ഒതുങ്ങി ടൂറിസ്റ്റ് ഫീൽഡിൽ നിന്ന് വിട്ടുപോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മുടെ വണ്ടി ഇപ്പൊ കുന്നോളത്തോളം ഇങ്ങോട്ട് കയറുമ്പോ ചെറിയ വഴിക്കൂടെ തിരിയാൻ കുറച്ച് ഉള്ളൊരു പാടാണ്. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചിട്ട് തന്നെ കൊണ്ട് നടക്കണം. ഡ്രൈവർമാരെ എക്സ്പീരിയൻസ് ഡ്രൈവർമാരെ ആ വണ്ടികളിൽ വിടാൻ പറ്റും. 13 മീറ്റർ ഓടിക്കുന്ന ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഡ്രൈവർമാരായിരുന്നു. നമ്മൾ തന്നെ മീറ്റർ എപ്പോഴും നമ്മൾ ഓടിക്കുന്ന ആൾക്കാർക്ക് ഈ 12 മീറ്റർ ഓടിച്ചൊരു എക്സ്പീരിയൻസ് വന്നവരിന് 13 മീറ്ററിലേക്ക് നമ്മൾ ആക്കാറുള്ളൂ. കാരണം അത് ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കറക്റ്റ് അളവ് നോക്കി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ റൂമിന്റെ ഏതാണ്ട് വേണം, ബസ് കൂടുതലാണ്. അതുകൊണ്ട് അത് ഓടിക്കുമ്പോൾ അതിനനുസരിച്ച് ഓടിച്ചില്ലെങ്കിൽ ബാക്ക് പോകും. കൃത്യമായിട്ട് നോക്കി തന്നെ ഓടിക്കണം. അതിന് പറ്റിയ ഡ്രൈവർമാർ എക്സ്പീരിയൻസ് എല്ലാ ഐസി ഗ്രൂപ്പിലുള്ള എന്താ പറഞ്ഞ ഐസി എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തെ ഇപ്പൊ എത്ര വർഷമായി നമുക്ക്? നമ്മളേതാണ്ട് 1990. അപ്പൊ അത്രയും അതില് തുടങ്ങി അവര് ഒരു ലൈറ്റോ സൗണ്ടോ അവർക്കൊരു, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, അവർക്കൊന്ന് വീഡിയോ എടുക്കേണ്ട ഒന്നിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ പേഴ്സണലി അദ്ദേഹത്തിനോട് എനിക്കുള്ളൊരു ഇതുകൊണ്ട്, എന്നോടുള്ള ഇതുകൊണ്ട് അദ്ദേഹം വന്ന് വീഡിയോ ഓക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ അവർക്ക് ഒന്നിന്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ അവര് കേരളത്തിൽ നമ്പർ 1 ആണ്. അതൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞത് കുറെ റീൽസ് ഇടുക, ഷോ കാണിക്കുക, കുറെ ലൈറ്റ് ഇടുക, ഒന്നും വേണ്ട. അതാണ് ഇവർ സാറിന്റെ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയില്ല, അതാണ് അത് ശരിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇവർ സാറിന്റെ ഇവർ ചേട്ടൻ വിളിക്കും, ഞാൻ ഇവർ സാറെന്ന് വിളിക്കും. ഭയങ്കര എനിക്ക് ബഹുമാനതുല്യനായിട്ടുള്ള ഒരാളാണ് കേട്ടോ. എപ്പോഴും ഭയങ്കര ഞാൻ ഒരു വിക്കിപീഡിയ എന്നാണ് ഞാൻ അദ്ദേഹത്തിന് ഞാൻ പറയാനുള്ളത്. കാരണം അത്രയും കാര്യങ്ങൾ അറിയാൻ വണ്ടിയെ കുറിച്ചിട്ട്. പിന്നെ അപ്പോ ഇനിയിപ്പോ നമുക്ക് പുതിയതായിട്ട് വോൾവോ അല്ലേ, വോൾവോ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. 13 മീറ്ററിൽ നമ്മളൊരു 49 സീറ്റ് സെമി സ്ലീപ്പറിൽ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇതുവരെ കേരളത്തിൽ ആരും ഇറക്കിയിട്ടില്ല. 12 മീറ്ററിലും മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ 5 മീറ്ററിൽ ബെർത്ത് വണ്ടി വന്നിട്ടുള്ളൂ, സീറ്റ് വണ്ടി വന്നിട്ടില്ല. 13 മീറ്ററിൽ കേരളത്തിൽ വന്നിട്ടില്ല. നമ്മൾ മനസ്സിലതാണ് ഉദ്ദേശിക്കുന്നത്. പിള്ളേരെ അതിലൊന്നും കൊടുക്കാണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഏതൊരു വണ്ടി കൊടുത്ത് അവരൊരു വണ്ടി എടുത്താലോ എന്നൊരു മനസ്സിലാഗ്രഹമുണ്ട്. തീരുമാനിച്ചില്ല. റേറ്റും കാര്യങ്ങളും മോഡലിംഗ് ആകുമ്പോൾ തീരുമാനിക്കും. അതെ അതെ, സാറിനെ ഇങ്ങനെ സാറ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുറച്ച് ബസ്സിൽ വെറുതെ ഷോ കാണിച്ച് ഇറക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ സത്യം പറയാല്ല, അവര് വെറുതെ കുറെ യൂത്തന്മാരും ഉണ്ട്, പല ആൾക്കാരും ഉണ്ട്, പല ടൈപ്പിലുള്ള വെറൈറ്റി ആൾക്കാർ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അവരൊക്കെ സാറ് ചെയ്യണതിന്റെ ആ പാത നോക്കിയിട്ടാണ്. ഇപ്പൊ 13 മീറ്റർ എടുത്തിട്ട് അത് വഴി വെട്ടി അങ്ങനെ തെളിച്ചു കൊടുത്തു. അപ്പൊ അത് പിന്നാലെ കുറെ പേര് ബർത്ത് വണ്ടി ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ബർത്ത് ആൻഡ് സ്ലീപ്പർ വന്നില്ലോ. ഇനിയിപ്പോ അത് ഭാവിയിൽ നമ്മളെന്തോരം ഓടുന്നുണ്ടെന്നും നമ്മൾ എത്ര ട്രിപ്പ് ഓടുന്നുണ്ടെന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ ജില്ലയിലും അയൽ ജില്ലകളിലും ഉണ്ട്. ഒരു അയൽ ജില്ല മാത്രമല്ല, കേരളം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരൊക്കെ സാറിനെ നോക്കിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ സാറിന്റെ പ്രത്യേകത എല്ലാം ഒരു യൂണിക് ആയിട്ടാണ് കേട്ടോ. ഞാൻ ഡെലിവറി പറയല്ല, യൂണിക് ആയിട്ട് സാറ് എല്ലാം വെറൈറ്റി ആയിട്ട് ഓരോരോ വണ്ടികള് ഭയങ്കര സെറ്റ് ആയിട്ട് അന്ന് സ്കാൻ ചെയ്യുക. അത് കഴിഞ്ഞപ്പോഴേക്കും ഇത് മറ്റേ വണ്ടി എല്ലാം ഒരു വെറൈറ്റി ആയിട്ട് എടുത്ത് വന്നപ്പോഴേ എനിക്കത് ഭയങ്കര ഒരു എല്ലാ ടൈപ്പ് ഫ്ലീറ്റും അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ വന്ന് കാണാൻ പറ്റുന്ന ഇവർ സാറിന്റെ ഒരു ഷെഡിൽ തന്നെയാണ് എല്ലാ ടൈപ്പ് വണ്ടി ഇവിടെ കാണാം. അത് എന്തായാലും ഭയങ്കര അത്രയും വണ്ടിയോടെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള വാസ്തവം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാറിന് എങ്ങനെ സപ്പോർട്ട് എങ്ങനെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. പക്ഷെ നമ്മൾ ടെൻഷൻ കാണുമ്പോ അവർക്ക് ഭയമാണ്. പ്രായം കയറിയവരല്ലേ. 2 മക്കളാണ്. അവര് ഡോക്ടറല്ലേ? ഒരാള് ഡെന്റിസ്റ്റും ഒരാള് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കാനുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഫുൾ സപ്പോർട്ട്. മുത്തു വാവ അവരെ എന്താ ശരിക്കും ICIB അല്ലേ? ഓക്കെ ഓക്കെ, ICIB അതാണ്. ആ IC ആണ് മൂത്ത കുട്ടിയാവും. വേണ്ട, അവരുടെ പേരൊക്കെയാണ് വണ്ടിയുടെ മുകളിൽ കാണുന്നത് നിങ്ങള്. അപ്പൊ എത്ര സന്തോഷം ഉണ്ടല്ലേ. അപ്പോൾ പുതിയ വണ്ടി ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഈ സാറ് അത്രയും സിമ്പിളാണ്. അവർ വീട്ടിലാണെങ്കിലും എല്ലാം വളരെ സിമ്പിളായിട്ടുള്ളൊരു ആളാണ് കേട്ടോ. അത് ശരിക്കും കണ്ട് പഠിക്കണം. ഇപ്പോഴുള്ള യൂത്തന്മാർ ഒരു വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഷോ കാണിക്കുമ്പോൾ ഒന്ന് ഈ ഐവർ സാറിനൊക്കെ ഒന്ന്
ശരിക്കും മനസ്സിൽ വിചാരിച്ചു. ഞാൻ എപ്പോഴാണേ വെറുതെ കുറ്റല്ല, ഞാൻ എപ്പോഴും വെറുതെ അങ്ങനെയൊന്നും വേണ്ട, ഇതാണ് ശരി, ഇങ്ങനെ ആയിരിക്കണം എന്ന് എപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ സാറിന്റെ അത് ഇത്രയും എങ്ങനെ പാഷനേറ്റ് ആയിട്ട് ഇങ്ങനെ വരാൻ? വളരെ ചെറുപ്പം മുതൽ ഈ വണ്ടിയോട് ഭയങ്കര ഭ്രാന്തായിരുന്നു എനിക്ക്. എന്റെ അപ്പനായിട്ട് തുടങ്ങി വെച്ച ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞത് ഒരുപാട് കൊല്ലത്തെ പഴക്കമുള്ള 1980 തുടങ്ങിയിട്ടുള്ള ഒരു ഓഫീസാണിത്. ഇപ്പോൾ ആ ഓഫീസ് അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് മാറ്റി തയ്യാറൊക്കെ മുകളിലേക്ക് എടുക്കണ്ട, കാരണം മാറ്റി പൂക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഓഫീസാണ്. ഇതിലൊരു ടയർ റീസോളിംഗ് ആയിരുന്നു, അതായിരുന്നു അപ്പം തുടങ്ങി വെച്ചത്. അതിന് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഈ വണ്ടികളോടുള്ള ഒരു ഭ്രാന്ത് കാരണം അതിനിങ്ങനെ മെല്ലെ മെല്ലെ മാറി 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 വണ്ടികളിലേക്ക് വന്നപ്പോൾ നമ്മൾ ഓൾറെഡി വണ്ടികളിലേക്ക് മാറി. അങ്ങനെയാണല്ലേ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ സാറിന് പറഞ്ഞാൽ എനിക്ക് തീരില്ല. എനിക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ ഇദ്ദേഹത്തിനെ കൊണ്ട് സംസാരിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആള് കുറെ തിരക്കിലാണ്ടല്ലേ, ഫോണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ സാറിനത് എനിക്ക് സംശയമുണ്ട്, ചോദിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പം നമ്മുടെ വണ്ടി പറക്കിയതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കൊച്ചു വീഡിയോ ആണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇത്രയും വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഭാവി പരിപാടികളൊക്കെ എന്തായിരുന്നു എന്ന് മാത്രമാണ്, അല്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ATP ബാക്കി അതിന് പെർമിറ്റ് ചെറുതായിട്ട് സൂചിപ്പിച്ചു എന്നല്ലാതെ കൂടുതലൊന്നും സാറ് പറഞ്ഞില്ല. പറയുകയാണെങ്കിൽ ഒരുപാട് എടുത്ത് പറയാണ്ട് ചെറിയ കുഞ്ഞ് വീഡിയോ ആയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. സമയം ഇപ്പോൾ ശരിക്കും രാത്രി വീഡിയോ എടുക്കണത്. അപ്പോൾ നമ്മള് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി സാറിന് എന്താ പറയാനുള്ളത് ഭാവിയെ കുറിച്ചിട്ടും പുതിയ ആൾക്കാരെ കുറിച്ചിട്ടും? ആൾക്കാർ നമ്മൾ ഈ പാതയിലേക്ക് വരണം തന്നെ എന്റെ ആഗ്രഹം. ഈ സ്ലീപ്പർ ആയാലും ഈ 2x2 ആയാലും എല്ലാവരും എന്തായാലും ഈ 2x2ലേക്ക് വരുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടില്. ഞാൻ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുമ്പത്തെ കൊല്ലം കണ്ണപ്പേരി ചെന്നപ്പോഴും ഞങ്ങൾ അവരോട് പറഞ്ഞു തന്നെയാണ് 12 മീറ്റർ വണ്ടികളായിരിക്കും ഇനി കേരളത്തിലേക്ക് ഒരു 3-4 കൊല്ലം കൊണ്ട് അത് കൺവേർട്ടായി വരും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ 210 കാലഘട്ടം കഴിഞ്ഞു എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് കേട്ടോ. കാരണം എല്ലാവരുടെ കാര്യം നമ്മൾ പറയാൻ തയ്യാറില്ല. ഈ സ്കൂൾ കുട്ടികളിൽ മാത്രമാണ് ഇപ്പോൾ 210ലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ അതൊക്കെയാണല്ലോ വിശേഷം. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ പിന്നെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സർ.